ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും അല്ലേ. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വൈഗ പീസ് എന്ന റൊമാൻറ്റിക് സസ്പെൻസ് ത്രില്ലർ നോവലാണ്. ആ നോവലിൻ്റെ 7ാമത്തെ അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇത് മീതു അല്ലേ? അല്ല, ഇത് മീതുവിൻ്റെ നമ്പറാണല്ലോ. അതെ, പക്ഷെ കേട്ട ശബ്ദം എൻ്റേതാണ്. അപ്പുറത്തു നിന്നും മറുപടിയൊന്നും ഉണ്ടായില്ല. ഷാനു എന്തിനാണിപ്പോൾ ഈ നമ്പറിലേക്ക് വിളിച്ചത്? വൈഗ പെട്ടെന്ന് ചോദിച്ചു. ഇപ്പോഴല്ല, ഞാൻ എപ്പോഴും വിളിക്കുന്നുണ്ട് വൈഗേച്ചി. എപ്പോഴെങ്കിലും എൻ്റെ മീതു അറ്റൻഡ് ചെയ്യുമെന്ന് വിശ്വസിച്ചു. ഷാനുവിൻ്റെ സ്വരത്തിലിടർച്ച. അവൾ മരിച്ചെന്ന് ഷാനു അറിഞ്ഞതല്ലേ? അറിഞ്ഞു, പക്ഷേ എനിക്കിനി വിളിക്കാൻ മറ്റൊരാളില്ലല്ലോ. സ്നേഹാധിക്യത്താൽ സ്വയം മറന്ന് പിന്നെയും എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ നിർത്തി. പക്ഷെ ഷാനു, ഇത് നിന്റെ നമ്പറല്ലല്ലോ. നീ വിളിച്ച നമ്പർ ഇതിൽ സേവ് ചെയ്തിട്ടില്ലല്ലോ. ശരിയാണ്, ഷാനു പറഞ്ഞു. അന്ന് വൈഗയുടെ അച്ഛൻ പിടികൂടി കൊണ്ടുപോകുന്നതിനിടയിൽ എൻ്റെ മൊബൈലും സിം കാർഡും എവിടെയോ നഷ്ടപ്പെട്ടു. ഇത് പുതിയ നമ്പറാണ്. വൈഗ പാടുപെട്ട് ശബ്ദം ഗൗരവത്തിലാക്കി. നീ ഇനി ഒരു നമ്പറിലും അവളെ വിളിക്കണ്ട. അവൾ ഒരിക്കലും നിന്നെ തിരിച്ചു വിളിക്കില്ല. തേങ്ങൽ പോലൊരു നിശ്വാസം വൈഗ കേട്ടു. കോള് കട്ടായി. അവളും ദീർഘമായൊന്നും നിശ്വസിച്ചു. പിന്നെ മിത്രയുടെ മൊബൈലിലെ വിവരങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചു. സേവ് ചെയ്തിരുന്ന നമ്പറുകൾ, ഡയൽ ചെയ്ത നമ്പറുകൾ, റിസീവ് ചെയ്ത നമ്പറുകൾ, മെസ്സേജുകൾ, ഫോട്ടോകൾ, വീഡിയോ ക്ലിപ്പുകൾ, സൗണ്ട് ക്ലിപ്പിങ്ങുകൾ, എല്ലാം സംശയിക്കത്തക്കതായി ഒന്നുമില്ല. വെറുതെ ആ സെറ്റിൻ്റെ കവറൊന്ന് അഴിച്ചു നോക്കാൻ വൈഗയ്ക്ക് തോന്നി. അങ്ങനെ ചെയ്യുമ്പോൾ അമ്പരപ്പോടെ അവൾ കണ്ടു കവറിനുള്ളിൽ ഭദ്രമായി വെച്ചിരിക്കുന്ന മറ്റൊരു സിം കാർഡ്. കുറേ ദിവസം കയ്യിലിരുന്നിട്ടും അച്ഛൻ കണ്ടുപിടിക്കാത്ത ഒന്നാണ് ഈ സിം കാർഡെന്ന് വൈഗയ്ക്ക് മനസ്സിലായി. അവൾ മിത്രയുടെ ഫോണിൽ ആദ്യത്തെ സിം കാർഡ് മാറ്റി പുതിയതിട്ടു. പരിശോധിച്ചപ്പോൾ 2-3 മാസമായി കോൾസോ റിസീവ്ഡ് കോൾസോ ഇല്ല. അലേർട്ടില്ലാത്തതിനാലാവാം മിസ്ഡ് കോൾസും ഇല്ല. അതിലുള്ള കോണ്ടാക്ട് നമ്പറുകൾ അവൾ ചെക്ക് ചെയ്തു. പരിചയമില്ലാത്ത പേരുകൾ. അതിനിടയിൽ വൈഗ ഒന്ന് ശ്രദ്ധിച്ചു. മിത്രയും പേരും നമ്പറും. വൈഗയ്ക്ക് തീർച്ചയായി ഈ സിം കാർഡ് മിത്രയുടേതല്ല. എന്നിട്ടും അവൾ അത് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. എന്തിന്? വൈഗ വേഗം അതിൽ നിന്നും തൻ്റെ മൊബൈലിലേക്ക് കോൾ ചെയ്തു. സ്ക്രീനിൽ തെളിഞ്ഞ നമ്പർ അവൾ ശ്രദ്ധിച്ചു. ഒരു എയർടെൽ കണക്ഷൻ. ആ നമ്പർ കുറിച്ചെടുത്ത ശേഷം അവൾ സൈബർ സെല്ലിലേക്ക് വിളിച്ചു. SI ജോബിന് നമ്പർ കൊടുത്തിട്ട് അവൾ പറഞ്ഞു, ഈ നമ്പർ ഒന്ന് ട്രേസ് ചെയ്യണം, വേഗം. യെസ് മാഡം. നിർദ്ദേശം കൊടുത്തിട്ട് അവൾ വേഗം തൻ്റെ ഷെൽഫിന് നേർക്ക് നീങ്ങി. കീ എടുത്ത് പൂട്ട് തുറന്നു. അതിനുള്ളിൽ ഭദ്രമായി വച്ചിരിക്കുകയായിരുന്ന മിത്രയുടെ ലാപ്ടോപ്പ്. വൈഗ അതെടുത്ത് തനിക്ക് മുമ്പിൽ വെച്ചു. ഇതിൻ്റെ പാസ്വേഡ് കിട്ടിയേ പറ്റൂ. ഇത് ഓപ്പൺ ചെയ്തേ പറ്റൂ. കഴിഞ്ഞ ദിവസം സുമിത സൂചിപ്പിച്ചതിനനുസരിച്ച് വൈഗ മിത്രയുടെയും ഷാനുപ്രസാദിൻ്റെയും പേരുകൾ കൂട്ടിച്ചേർത്ത് ടൈപ്പ് ചെയ്തു. മിത്ര ഷാനുപ്രസാദ്. പക്ഷേ ലാപ്ടോപ്പ് ഓണായില്ല. പ്രസാദ് എന്നത് മാറ്റി ബാക്കി കൊടുത്തു മിത്ര ഷാനു. അതുമല്ല, അല്പം മുമ്പ് കേട്ട ഷാനുവിൻ്റെ വിളി പെട്ടെന്ന് വൈഗയുടെ മനസ്സിലേക്ക് വന്നു. മീതു. മിത്ര അവനെ തിരിച്ചു വിളിക്കുന്നതും അവൾ ഓർത്തു. ഷാ. വൈഗ അത് രണ്ടും ചേർത്ത് ടൈപ്പ് ചെയ്തു. മീതു ഷാ. കൃത്യം. ലാപ്ടോപ്പ് ഓപ്പണായി. വൈഗ അതിലെ ഫയലുകൾ ഓരോന്നായി നോക്കി. മിത്ര MTech ചെയ്യുന്നതിൻ്റെ അസൈൻമെൻറ്റുകളും പ്രൊജക്റ്റുകളുമാണ് ഏറെ. കുറേ കോളേജ് ഫംഗ്ഷനുകളുടെയും ടൂറിൻ്റെയും ഫോട്ടോകളുമുണ്ട്. അടുത്ത 2 ഫയലുകൾ വൈഗ നോക്കി, Aയും Bയും. പക്ഷെ അവ ഓപ്പൺ ആവുന്നില്ല. അവ ഹിഡൻ ഫയലുകളാണെന്ന് അവൾക്ക് മനസ്സിലായി. വൈഗയുടെ നെറ്റി ചുളിച്ചു. അവൾ ഷോ ഹിഡൻ ഫയൽ ഓപ്ഷൻ കൊടുത്തു. ഫയൽ നമ്പർ A തെളിഞ്ഞു. രാഗം എന്ന പ്രോഗ്രാമിൻ്റെ വീഡിയോ ആയിരുന്നത്. NITയിൽ ഫെബ്രുവരിയിൽ നടന്ന ഓൾ ഇന്ത്യ കൾച്ചറൽ പ്രോഗ്രാം. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന വലിയ ആഘോഷമാണിത്. മിത്ര പറഞ്ഞു കേട്ടിട്ടുണ്ട്. എല്ലാ വർഷവും രാഗം എന്ന പ്രോഗ്രാം ഉണ്ടത്രേ. അതിൽ റിഹേഴ്സൽ മുതൽ ഗ്രീൻ റൂമിലെ അറേഞ്ച്മെൻറ്റുകളും കൊച്ചു തമാശകളും
പ്രോഗ്രാമും വരെ വീഡിയോയിലുണ്ട്. ഹൃദയമിടിപ്പോടെ വൈഗ കണ്ടു. വാളണ്ടിയർ ബാഡ്ജ് കുത്തി പ്രോഗ്രാമിൻ്റെ നടത്തിപ്പിൽ ശ്രദ്ധിച്ച് അവിടെ ഇവിടെയായി ജാഗ്രതയോടെ ഓടി നടക്കുന്ന തൻ്റെ അനിയത്തി മിത്ര. എന്തൊരു പ്രസരിപ്പാണ് ആ മുഖത്ത്! എത്ര സോഫ്റ്റായിട്ട്, എന്നാൽ എത്ര ഗൗരവത്തോടെയാണ് തൻ്റെ കോളേജിൽ നടക്കുന്ന ആഘോഷം വിജയിപ്പിക്കാൻ അവൾ ഓടി നടക്കുന്നതും മറ്റുള്ളവർക്ക് നിർദ്ദേശം നൽകുന്നതും. വൈഗയ്ക്ക് നെഞ്ചു വേദനിച്ചു. സങ്കടം കടിച്ചമർത്തി വൈഗ ഫയൽ എടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അത് തുറക്കുന്നില്ല. ഫയൽ പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണെന്ന് അവൾക്ക് മനസ്സിലായി. വൈഗയുടെ നെറ്റ് ചുളിഞ്ഞു. ഹിഡൻ ഫയലുകളിൽ വീണ്ടും പാസ്വേഡ് ഇട്ട് സേഫ് ആക്കണമെങ്കിൽ അത് അത്രയേറെ രഹസ്യ പ്രാധാന്യമുള്ളതായിരിക്കണമല്ലോ. വൈഗയുടെ തല പുകഞ്ഞു. ഈ ഫയലിന് മാത്രമായിട്ടുള്ള പാസ്വേഡ് എന്തായിരിക്കും? മീതു ഷാ. അതാവില്ലല്ലോ. മീതു. ആ പേര് മാത്രം ടൈപ്പ് ചെയ്തു. അതല്ല. ഷാ എന്നടിച്ചു. 3 അക്ഷരം. ഫയൽ ഓപ്പണായി. ഷാനു പ്രസാദ് എന്ന പയ്യനെക്കുറിച്ചും ഷാ എന്ന വിളിപ്പേരിനെക്കുറിച്ചും അറിയാത്ത ഒരാൾക്കും ഈ പാസ്വേഡിൽ ഫയൽ തുറക്കാനാവില്ലെന്ന് മിത്രയ്ക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നിരിക്കണം. എന്നുവെച്ചാൽ അവൾ മാത്രമേ ഇത് തുറക്കാവൂ. അതിനുള്ള കരുതൽ. വൈഗ ആ ഫയൽ ശ്രദ്ധിച്ചു. ഒരു വീഡിയോ കവറേജാണ്. കാട് പിടിച്ച ഒരു പ്രദേശം. അതിനപ്പുറത്ത് ഒരു പെണ്ണിൻ്റെ നിലവിളി. ആക്രമിക്കപ്പെടുന്നതിനിടയിലുള്ള ചെറുത്തുനിൽപ്പിൻ്റെ നിലവിളി. കാടിനെ വകയുന്ന വീഡിയോ കണ്ണുകൾ. വൈഗ അന്താളിപ്പോടെ കണ്ടു. കാടിനടിയിലെ പുല്ലിനു മീതെ അവശയായി പിടയ്ക്കുന്ന നഗ്നയാക്കപ്പെട്ട പെണ്ണ്. അവൾക്ക് മീതേക്ക് ശൗര്യത്തോടെ അമരുന്ന പുരുഷൻ. കരുത്തുറ്റ ചെറുപ്പക്കാരൻ. ഒരു ബലാത്സംഗത്തിൻ്റെ ക്രൂര ദൃശ്യം. പെണ്ണിൻ്റെ മുഖമോ പുരുഷൻ്റെ മുഖമോ വ്യക്തമാകുന്നില്ല. ക്യാമറ അതിന് ശ്രമിക്കുന്നുണ്ടെങ്കിലും. എടി! പെട്ടെന്നാരുടെയോ അലർച്ച. ആരൊക്കെയോ ഓടിയെടുക്കുന്ന കാലടി ശബ്ദം. ഇവിടെ താടിയത്. നോ! ഓടുന്നതിനിടയിൽ കിതയ്ക്കുന്ന ഒരു പെൺസ്വരം. കുറേ സമയത്തേക്ക് ആ കാലടി ശബ്ദവും കിതപ്പും. ക്യാമറ ഓഫ് ചെയ്യാത്തതിനാൽ ശബ്ദം മാത്രം. ദൃശ്യം ക്ലിയർ അല്ല. നിൽക്കടി! കൊന്നുകളയും നിന്നെ! ചി! ശബ്ദവും നിന്നു. വീഡിയോ ക്ലിപ്പിംഗ് തീർന്നു. വൈഗ കിതപ്പോടെ ക്ലിപ്പിംഗ് ഒരു CD-യിലേക്ക് റൈറ്റ് ചെയ്തു. ഒരു വലിയ ദുരന്തത്തിന് പിന്നിലുള്ള രഹസ്യത്താക്കോൽ. അതുമായി ധൃതിയിൽ വാതിക്കലേക്ക് കടക്കുമ്പോൾ കണ്ടു. സ്റ്റെയർകേസ് കയറി മുറിയിലേക്ക് ഓടി വരുന്നു സാവിത്രി. വൈഗ, മുറ്റത്ത് പോലീസ് വണ്ടി വന്നിരിക്കുന്നു. അവർ രേണുകേനെയും പ്രതാപനെയും അന്വേഷിക്കുന്നു. അങ്കിളും ആൻറ്റിയും എവിടെ? അവർ പോയല്ലോ. പോയോ? വൈഗ അമ്പരന്നു. അവർ വീട്ടിലേക്ക് പോയി. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. കുറച്ചു നേരമായി. അവരെന്താ ഒന്നും പറയാതെ പെട്ടെന്ന് ഓടിപ്പാഞ്ഞു പോയത്? നിന്നോട് പോലും പറയാതെ? സാവിത്രിയുടെ മുഖം ചുളിഞ്ഞു. വൈഗ താഴേക്കിറങ്ങി. സഹീറിനെ ബാംഗ്ലൂർ പോലീസ് പിടികൂടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ അപകടം മനസ്സിലായിട്ടുണ്ടാവും. താഴെ CI ഗോപകുമാർ ഉണ്ടായിരുന്നു. അവർ രക്ഷപ്പെട്ടു അല്ലേ ഗോപൻ? വൈഗ ചോദിച്ചു. CIയുടെ മുഖത്തൊരു ചമ്മലുണ്ടായിരുന്നു. സാരമില്ല, അവരെവിടെ പോയി വിളിച്ചാലും നമ്മൾ കണ്ടെത്തും. ഓക്കെ, വൈഗ പറഞ്ഞു. യെസ് മാഡം. CI ഗോപനും കൂട്ടരും പെട്ടെന്ന് വണ്ടിയിൽ കയറി. മുറ്റത്ത് റിവേഴ്സിൽ തിരിഞ്ഞ വണ്ടി ഗേറ്റ് കടന്ന് പാഞ്ഞു. മോളെ! വൈഗ ആ ഭീതിയാർന്ന ശബ്ദം കേട്ട് മുഖം തിരിച്ചു. അമ്മ. എന്തിനാ മോളെ പ്രതാപേട്ടനെയും രേണുകേച്ചിനെയും ഒളിക്കുന്നത്? നീ എന്തിനാ അവരെ പിടികൂടുന്നത്? വൈഗ ഒരു നിമിഷത്തേക്ക് പതറി. അതവരോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, അവൾ പറഞ്ഞു. നേരാണോ വൈഗ? ഈശ്വരി ഉത്കണ്ഠയോടെ വന്നു. അമ്മയെയും അച്ഛമ്മയെയും നേരിടാൻ വൈഗയ്ക്ക് മടി തോന്നി. അതെ എന്ന് മാത്രം പറഞ്ഞിട്ട് അവൾ വേഗം മുറ്റത്തേക്കിറങ്ങി. തൻ്റെ വണ്ടിയെടുത്ത് പാഞ്ഞുപോയി. ദേവിക നെഞ്ചിനു മേലെ കൈവച്ച് നടുക്കത്തോടെ നിന്നു. തൻ്റെ ലക്ഷ്യം എല്ലാവർക്കും മുമ്പിൽ വെച്ച് തുറന്നടിച്ചതിൻ്റെ ചുരുക്കോടെ സതി പറഞ്ഞു. അവിടെ എന്തോ പണിയൊപ്പിച്ച് വെച്ചിട്ടാ ഭാര്യയും ഭർത്താവും വീടും അടച്ചു വിട്ടിട്ട് ഇവിടെ വന്ന് ഞങ്ങളെ ഭരിക്കാൻ നിന്നത്. സതി തുടർന്നു. രണ്ടാളും കൂടി എപ്പോഴും മാറി നിന്ന് രഹസ്യം പറച്ചിലും ആലോചനയും ഫോൺ വിളികളുമായിരുന്നു. നമുക്കൊന്നും മനസ്സിലാവുമല്ലെന്നാ വിചാരം. ഇപ്പോൾ കള്ളി വെളിച്ചത്തായില്ലേ? സാവിത്രി പറഞ്ഞു. കുറേ ദിവസമായിട്ട് ഈ വീട് പോലീസിൻ്റെ താവള. അത് പറഞ്ഞാൽ മതി. മതിയുടെ പറഞ്ഞത്. ഈശ്വരി പെൺമക്കളെ ശാസിച്ചു.
എരിയുന്ന തീയിലോട്ട് എണ്ണ പകരാൻ നിൽക്കാണ്ട് അകത്തുപോയി വല്ല പണിയും നോക്കടി. സാവിത്രിയുടെയും സതിയുടെയും മുഖത്ത് ഈർഷ്യയായി. നീ വാ മോളെ. ഈശ്വരി ദേവികയെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് പോയി. ഓഹ്, ഈ അമ്മ പ്രസവിച്ചത് നമ്മളെയല്ല, ദേവികയെ ചെയ്യുന്ന തോന്നുന്നു. സതി പിറുപിറുത്തു. പറഞ്ഞില്ലെങ്കിലും സാവിത്രിക്കും അങ്ങനെ തോന്നി. SP വിൽസൺ തോമസിന്റെ ഓഫീസിനുള്ളിലായിരുന്നു വൈഗ. താൻ റൈറ്റ് ചെയ്ത CD അവൾ SP റൂമിലെ കമ്പ്യൂട്ടറിലിട്ടു. SP കണ്ടു ആ രംഗങ്ങൾ. അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. ആക്രമിക്കപ്പെടുന്ന ആ പെൺകുട്ടി മിത്രയാണോ? SP വൈഗയെ നോക്കി. മുഖം വ്യക്തമല്ല. അവൻ്റെ മുഖവും വ്യക്തമല്ല. അവൾ മെല്ലെ പറഞ്ഞു, അപ്പം മിത്രയുടെ പ്രഗ്നൻസിക്ക് താൻ ഉത്തരവാദിയല്ലെന്ന് ആ ഷാന് പറഞ്ഞത് സത്യമാണ് അല്ലേ? ആയിരിക്കും സാർ, വൈഗ പറഞ്ഞു. ആ സംഭവം ഷൂട്ട് ചെയ്തത് ആരാണെന്ന് അറിയണം. എന്തായാലും ഒരു പെൺകുട്ടിയാണ്. അതെ സാർ. ഒരുപക്ഷെ ആ കുട്ടിയായിരിക്കുമോ? മിത്രയുടെ റൂംമേറ്റ് ആ സുമിത? അറിയില്ല സാർ, വൈഗ പറഞ്ഞു. അവളായിരിക്കാനാണ് സാധ്യത. കാരണം മിത്രയുടെ തിരോധാനമോ മരണമോ നടന്ന ദിവസം മുതൽ സുമിതയ്ക്ക് ചുറ്റും ശത്രുക്കളുടെ ഒരു വലയമുണ്ട്. ആ പെൺകുട്ടി വല്ലാതെ ഭയന്നിട്ടുണ്ട്. സുമിതയെ ഒന്നുകൂടി കാണണം, SP പറഞ്ഞു. കാണാം സാർ. മിത്രയുടെ മരണം തീർച്ചയായി. കുറ്റം തന്നെ ഫാദർ ഏറ്റെടുത്തു. കേസ് അവിടെ തീർന്നാൽ പിന്നെ അന്വേഷണമില്ലല്ലോ. അങ്ങനെ വന്നാൽ ഇതിന് പിന്നിലുള്ളവർ സേഫായി. SP തുറന്നു. അതുകൊണ്ടാണ് അവർ ഇനി കേസ് റീ ഓപ്പൺ ചെയ്യാൻ പാടില്ലെന്ന് വൈഗിയെ ഭീഷണിപ്പെടുത്തിയത്. അതെ സർ. വീഡിയോ ക്യാമറ അവർ കണ്ട സ്ഥിതിക്ക് തീർച്ചയായും മിത്രയുടെ ലാപ്ടോപ്പിൽ അതുണ്ടാകുമെന്ന് അവർക്ക് തീർച്ചയാണ്. അത് താനോ ഞാനോ കാണരുത്. അതുകൊണ്ടാണ് അവർ ലാപ്ടോപ്പ് തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയത്. വമ്പന്മാരാണ് സർ പിന്നിൽ. അതാണ് ലക്ഷങ്ങൾ വാരിയെറിയുന്നതും ഡോക്ടർ രശ്മിക്ക് തന്നെ കൊടുത്തത് 2 ലക്ഷം അല്ലേ? അതും പുത്തൻ നോട്ടുകെട്ട്. യെസ് വൈഗ, പിന്നിലൊരു വമ്പനാണ്. അല്ലെങ്കിൽ മിത്രയെപ്പോലൊരു പെൺകുട്ടിയെ അത്ര ഓപ്പണായി സംഘം ചേർന്ന് റേപ്പ് ചെയ്യാൻ സാധാരണ രീതിയിൽ ആരും ശ്രമിക്കില്ല. മിത്രയുടെ ഗർഭത്തിന് ഉത്തരവാദി അവനെ കണ്ടെത്തിയേ തീരൂ സർ. വൈഗയുടെ പല്ലു ഞെരിഞ്ഞു. അപ്പോഴാണ് അവളുടെ മൊബൈൽ ശബ്ദിച്ചത്. വൈഗ കോൾ അറ്റൻഡ് ചെയ്തു. സൈബർ സെല്ലിൽ നിന്നാണ്. യെസ് പറയൂ മാഡം. ആ സിം കാർഡ് ഉടമ ഒരു സീന ജെയിംസനാണ്. ആ പെൺകുട്ടി? വൈഗ അമ്പരന്നു. അതെ മാഡം, കുന്നമംഗലംകാരിയാണ്. ഫാദർ തൃശ്ശൂർ കളക്ട്രേറ്റിൽ വർക്ക് ചെയ്യുന്നു. മദർ കോളേജിൽ ലെക്ചറാണ്. ആ പെൺകുട്ടി എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻ്റാണ്. IIT മദ്രാസ്. അതെ മാഡം, ജോബ് തുടർന്നു. MBA സ്റ്റുഡൻ്റാണ്. കഴിഞ്ഞ 2 ആഴ്ചയായി കുട്ടി ലീവിലാണ്. മദ്രാസിൽ നിന്ന് നാട്ടിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ കുന്നമംഗലത്തുണ്ട്. ശരി. കഴിഞ്ഞ ഫെബ്രുവരി 16 ശേഷം ഈ സിം കാർഡ് ഉപയോഗിച്ചിട്ടേ ഇല്ല മാഡം. ബട്ട് എന്താ? അതിനു മുമ്പ് വരെ ഈ കുട്ടി പലപ്പോഴും മിത്രയെ വിളിച്ചിട്ടുണ്ട്. മിത്ര ഈ കുട്ടിയെയും. കോൾ കട്ട് ചെയ്തിട്ട് വൈഗ SP ജോബ് പറഞ്ഞത് അത്രയും പറഞ്ഞു. പിന്നീട് കൂട്ടിച്ചേർത്തു. ഉറപ്പാണ് സാർ. വീഡിയോയിലെ ആ രംഗങ്ങൾ ഷൂട്ട് ചെയ്തത് സുമിതയല്ല, ഈ കുട്ടിയാണ്, ഈ സീന ജെയിംസ്. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. മാത്രമല്ല സുമിത സംഭവത്തിന് സാക്ഷിയായിരിക്കണം. അതെ സർ. മിത്ര, സുമിത, സീന ജെയിംസ് മൂവരും ആ ദുരന്തത്തിൽ കണക്റ്റഡാണ്. അതെ, അവർക്കറിയാം അക്രമി ആരാണെന്ന്. യെസ്. മിത്ര ഇപ്പോൾ ജീവനോടെ ഇല്ല. പേടി കൊണ്ടാകണം സുമിത എല്ലാം മറച്ചു വയ്ക്കുന്നു. ഇതുവരെ ഒന്നും വിട്ടു പറഞ്ഞിട്ടുമില്ല. അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ കള്ളം. അതെ, ഇനിയത്തെ നമ്മുടെ ലക്ഷ്യം ആ കുട്ടി മാത്രമാണ്, സീന ജെയിംസ്. അതെ സർ. ശരി, നമ്മൾ ഉടനെ കുന്തമംഗലത്തിന് പുറപ്പെടുന്നു. ഐ ആം റെഡി സർ. വൈഗ എഴുന്നേറ്റ് കഴിഞ്ഞു. അധ്യായം 13. സർ, പുറത്ത് 2 പേരും നിൽക്കുന്നു. സാറിനെ കാണാനാണ്. ഗുമസ്തൻ മനോഹരൻ ചേംബറിൽ വന്ന് പറഞ്ഞപ്പോൾ മജിസ്ട്രേറ്റ് വിനയചന്ദ്രൻ കേസ് ഫയലിൽ നിന്നും മിഴികൾ ഉയർത്തി. ആരാണ്? പേര് തന്നിട്ടുണ്ട്. കയ്യിലിരുന്ന വെള്ള പേപ്പർ മനോഹരൻ നീട്ടി. വിജയചന്ദ്രൻ ആ പേരുകൾ വായിച്ചു. രോഹിണി സഹദേവൻ, രശ്മിയുടെ അങ്കിളും അമ്മയും. വരാൻ പറയൂ. മനോഹരൻ വരാന്തയിലേക്ക് ഇറങ്ങി.
വാതിൽ കടന്ന സഹദേവനും രോഹിണിയും അകത്തു വന്നു. ഇരുവരുടെയും മുഖം മങ്ങിയിരുന്നു. വീട്ടിൽ വരണമെന്ന് ആദ്യം കരുതി. വന്നപാടെ സഹദേവൻ പറഞ്ഞു. പിന്നെ കരുതി ഇവിടെ വന്ന് കണ്ടിട്ട് പോകാമെന്ന്. ഇരിക്കൂ, വിജയചന്ദ്രൻ പറഞ്ഞു. മജിസ്ട്രേറ്റിൻ്റെ ടേബിളിനെതിരെ കിടന്ന കസേരകളിൽ സഹദേവനും രോഹിണിയും ഇരുന്നു. പക്ഷെ രോഹിണി മുഖമുയർത്തിയില്ല. അവരുടെ കണ്ണുകൾ തുളുമ്പുകയായിരുന്നു. വല്ലാത്ത സങ്കടമായി പോയി സാർ ഞങ്ങൾക്ക്, സഹദേവൻ പറഞ്ഞു. ഇന്നലത്തെ രാത്രിയിലത്തെ സംഭവമാണ് സഹദേവൻ സൂചിപ്പിക്കുന്നതെന്ന് വിജയചന്ദ്രൻ കരുതി. അദ്ദേഹം പറഞ്ഞു, അതൊന്നും സാരമില്ല. അപകടത്തിൽപ്പെട്ട് ചോരയൊഴുകി വന്ന് കയറിയ ഒരാളെ കണ്ടപ്പോൾ രശ്മിയിലെ ഡോക്ടർ ഉണർന്നു. ദാറ്റ്സ് ഓൾ. അതൊരു ഡോക്ടറുടെ കടമയാണ്. അതുകൊണ്ടല്ലേ സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം കിട്ടിയത്. അതൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെന്തിനാ ഇനിയും സങ്കടപ്പെടുന്നത്? അതല്ല സാർ, സഹദേവൻ പറഞ്ഞു. പിന്നെ പുറത്തു വന്ന രശ്മിക്കും ഇവൾക്കും കാർത്തികിൻ്റെ വക ഒരു ഷോക്ക് കിട്ടി. അനീത്തിയുടെ തോളിൽ തട്ടിക്കൊണ്ട് സഹദേവൻ പറഞ്ഞു. ഷോക്കോ? അതെ, കാർത്തികിന് രശ്മിയെ ഇഷ്ടമല്ലെന്ന്, വിവാഹം കഴിക്കാൻ പറ്റില്ലെന്ന്. കവിളത്ത് ഓർക്കപ്പുറത്ത് അടികൊണ്ടതുപോലെയായി വിജയചന്ദ്രന്. കാർത്തികുമായി രശ്മിയുടെ വിവാഹം നിശ്ചയിച്ചെന്ന് ഇനി അറിയാൻ ആരുമില്ല. ഇത് നടന്നില്ലെങ്കിൽ തങ്ങൾക്കത് പേരുദോഷാവും, സഹദേവൻ വീണ്ടും പറഞ്ഞു. നടക്കും, ദൃഢമായിരുന്നു വിജയചന്ദ്രൻ്റെ സ്വരം. പയ്യന് ഇഷ്ടമില്ലാതെ എങ്ങനെ വിവാഹം നടക്കും സാർ? അതൊന്നും നിങ്ങൾ അറിയണ്ട. അറിയണം. അതുവരെ നിശബ്ദയായിരുന്ന രോഹിണിയാണത് പറഞ്ഞത്. സങ്കടത്തിനും ഇത് ശക്തമായിരുന്നു ആ സ്വരം. വിവാഹം ഒരു അടിച്ചേൽപ്പിക്കലല്ല. ബലം പ്രയോഗിച്ചൊരു വിവാഹം നടത്തിയിട്ട് എന്തിനാ? അവൻ എൻ്റെ മോളോടൊപ്പം ജീവിക്കാൻ മനസ്സിലെങ്കിലോ? വിജയചന്ദ്രൻ്റെ നാവിറങ്ങി. ക്ഷമിക്കണം സാർ, അതുകൊണ്ട് ഈ ആലോചനയിൽ നിന്ന് ഞങ്ങൾ പിന്മാറുക. അത് നേരിൽ പറയാൻ വേണ്ടി വന്നതാണ്. ശബ്ദം താഴ്ത്തിയാണ് പറഞ്ഞതെങ്കിലും ദൃഢമായിരുന്നു രോഹിണിയുടെ വാക്കുകൾ. രശ്മി പറഞ്ഞോ പിന്മാറുന്നുവെന്ന്? വല്ലാതെ ക്ഷീണം തോന്നിയെങ്കിലും വിജയചന്ദ്രൻ ചോദിച്ചു. പറഞ്ഞില്ല, രോഹിണി തുടർന്നു. മകൻ്റെ ഇഷ്ടം നോക്കാതെ സാറ് കാര്യങ്ങൾ നിശ്ചയിച്ച് എൻ്റെ മകളുടെ ഇഷ്ടം നോക്കാതെ ഞാനതിൽ നിന്നും പിന്മാറുന്നു, അത്രയേ ഉള്ളൂ. രോഹിണി എഴുന്നേറ്റ് കഴിഞ്ഞു. വിജയചന്ദ്രനും തോന്നി താൻ മജിസ്ട്രേറ്റ് അല്ലെന്ന്, വെറും പുഴു. ആകെ പരവശനായിരുന്നു കാർത്തിക്. ഓഫീസിൽ ഇരിക്കാനേ തോന്നിയില്ല. തലയ്ക്കുള്ളിൽ വല്ലാത്തൊരു പെരുപ്പ്. രശ്മിയോട് വൈകിയെക്കുറിച്ച് തുറന്ന് സംസാരിച്ചത് എല്ലാ പ്രശ്നവും തീരട്ടെ എന്ന് കരുതിയാണ്. പക്ഷെ രശ്മിയുടെ സങ്കടവും അവളുടെ അമ്മയുടെ സങ്കടവും ഒന്നും കൺമുന്നിൽ നിന്നും മായുന്നില്ല. എല്ലാത്തിനും കാരണം തൻ്റെ അച്ഛൻ്റെ പിടിവാശിയാണ്. രശ്മിക്കും അമ്മയ്ക്കുമേറ്റ അപമാനം തീർക്കാൻ തനിക്കാവുമോ? അച്ഛനാവുമോ? അതാർക്കോ എത്ര ശ്രമിച്ചിട്ടും ടേബിളിലിരുന്ന എസ്റ്റിമേറ്റിൻ്റെ കമ്പ്യൂട്ടർ പ്രിൻറ്റിങ് ഒന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. കാർത്തിക് ഓഫീസ് വിട്ടിറങ്ങി നേരെ വീട്ടിലേക്ക്. വീടിൻ്റെ പോർച്ചിൽ വണ്ടി നിർത്തി. ഹാളിലേക്ക് അവൻ കയറി. ഹാളിൽ ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയായിരുന്നു വിജയചന്ദ്രൻ. വിവാഹത്തിന് സമ്മതമല്ലെന്ന് നീ രശ്മിയോട് പറഞ്ഞോ? പറഞ്ഞു. കാർത്തിക് മടിയില്ലാതെയാണ് മറുപടി നൽകിയത്. നീ അത്രയ്ക്കായോടാ? വിജയചന്ദ്രൻ അവൻ്റെ കവിളത്താഞ്ഞടിച്ചു. അവനൊരു ചെറിയ കുട്ടിയാണ് നമ്മട്ടിൽ. എൻ്റെ ഈശ്വര, എന്താണിത്? അടിയുടെ ശബ്ദം കേട്ട് ശോഭ ഹാളിലേക്ക് ഓടി വന്നു. കോടതിക്ക് ഉച്ച കഴിഞ്ഞ് അവധി കൊടുത്തു വന്നപ്പോൾ മുതലുള്ള ബഹളമാണ്. ഭയത്തോടെ മകനെ മാറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് ശോഭ ഭർത്താവിനോട് യാചിച്ചു. മോനെ തല്ലല്ല വിജയേട്ടാ, മാറി നിൽക്കടി. വിജയചന്ദ്രൻ മകൻ്റെ മുമ്പിൽ നിന്നും ഭാര്യയെ വലിച്ചു മാറ്റി. അപ്പോൾ രശ്മിയെ നിനക്ക് വേണ്ട അല്ലടാ? അയാൾ വീണ്ടും ചോദിച്ചു. അച്ഛനിങ്ങനെ ചെറിയ കുട്ടിയോട് ചോദിക്കുന്നത് പോലെ എന്നോട് ചോദിക്കണ്ട, കാർത്തിക് അസഹ്യതയോടെ പറഞ്ഞു. അപ്പോൾ എന്നെ ധിക്കരിക്കാൻ തന്നെയാണ് നിന്റെ ഭാവം അല്ലടാ? ഇത് ധിക്കാരമല്ല അച്ഛ, കാർത്തിക് അശോഭ്യനായി പറഞ്ഞു. എന്ന് വെച്ചാൽ നീ ആ SPA കെട്ടു എന്നല്ലേ? എനിക്കൊരു മനസ്സേ ഉള്ളൂ. അത് മുമ്പേ ഞാൻ പറഞ്ഞതാണ്. എങ്കിൽ നീ കേട്ടോ. വിജയചന്ദ്രൻ ക്രോധനായി. അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്നവനാണ് ഞാൻ. എനിക്കും വാക്കൊന്നേ ഉള്ളൂ. രശ്മിയെ നിനക്ക് വേണ്ടെങ്കിൽ നിന്നെ എനിക്കും വേണ്ട. കർക്കശമായിരുന്നു ആ സ്വരം. വിജയേട്ടാ, ശോഭ ഇടയിൽ കയറി. നമ്മുടെ മോനേക്കാൾ വലുതാണോ ആ പെണ്ണ്? എനിക്ക് വാക്കാണ് വലുത്. അതെനിക്ക് പാലിച്ചേ തീരൂ. ഇക്കാര്യത്തിൽ അച്ഛൻ കൊടുത്ത വാക്കു പാലിക്കാൻ എനിക്ക് വയ്യ. മിണ്ടരുത്. വിജയചന്ദ്രൻ മകൻ്റെ നേർക്ക് കൈ ചൂണ്ടി. ആ പോലീസുകാരി പെണ്ണിനെ നീ കെട്ടിയാൽ 3 തരം
നീ പിന്നെ എൻ്റെ മകനല്ല. അന്നു മുതൽ നിനക്ക് ഈ വീട്ടിലൊരു സ്ഥാനവുമില്ല. എന്നാൽ പിന്നെ അന്നു വരെ കാത്തിരിക്കണ്ട. ഇന്നേ ഞാൻ ഇറങ്ങുന്നു. ഇന്നു മുതൽ എനിക്കിവിടെ സ്ഥാനം വേണ്ട. പറയുക മാത്രമല്ല, കാർത്തിക് വന്നപടി തിരികെ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. മോനെ പോകല്ലടാ, ശോഭ വിങ്ങിക്കറിഞ്ഞു. അത് കേട്ടപ്പോൾ കാർത്തിക് വിഷണ്ണനായി. ഒരു നിമിഷം നിന്നു. അച്ഛൻ്റെ മർക്കട മുഷ്ടിക്ക് മുമ്പിൽ അമ്മയുടെ ഏക ആശ്വാസം താനാണെന്ന് അവനറിയാം. മോനെ തിരിച്ചു വാടാ മോനെ, ശോഭ പറഞ്ഞു. വിജയേട്ടാ, അവനോട് പോകല്ലെന്ന് പറയും, ഇങ്ങ് വരാൻ പറയും. പോകാൻ ഞാൻ പറഞ്ഞില്ല. പോയവനെ തിരിച്ച് ഞാൻ വിളിക്കുകയില്ല, വിജയേന്ദ്രൻ പറഞ്ഞു. മകൻ്റെ കൂടെ വേണമെങ്കിൽ നിനക്കും പോകാം, ഞാൻ തടയില്ല. ശോഭ അന്താളിച്ചു. പക്ഷെ ഒരു കാര്യം, മകനെ വേണോ എന്നെ വേണോന്ന് ഉടൻ തീരുമാനിച്ചിരിക്കണം. വിജയചന്ദ്രൻ ഒട്ടും മെരുങ്ങിയില്ല. ശോഭ നിസ്സഹായായി നിന്നു കരഞ്ഞു. മോനെ, തിരിച്ചു കയറാൻ കാർത്തിക് കൂട്ടാക്കിയില്ല. കാറ് പുറത്തേക്ക് വിട്ടു. കുന്നമംഗലത്ത് സീന ജെയിംസിൻ്റെ വീട്ടിലേക്കുള്ള ഇടവഴി തിരിഞ്ഞ് നീങ്ങുന്ന കോളേജിലായിരുന്നു വൈഗ. SP വിൽസൺ തോമസും കോഴിക്കോട്ട് നിന്നും DYSP മധുസൂദരനും CI ഗണേഷും വണ്ടിക്കുള്ളിലുണ്ട്. അപ്പോഴാണ് വൈഗയുടെ മൊബൈലിലേക്ക് കോൾ വന്നത്. കാർത്തികാണ് വിളിക്കുന്നത്. വൈഗ ഒന്ന് സംശയിച്ചു. ഇപ്പോൾ അറ്റൻഡ് ചെയ്യണോ? അവരൊക്കെ അരികിലിരിക്കുന്നു. അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ കാർത്തിക് വീണ്ടും വിളിക്കും. അവൾ അറ്റൻഡ് ചെയ്തു. ഹലോ വൈഗ, താൻ എവിടെയാണ്? എനിക്ക് തന്നെ ഇപ്പോൾ കാണണം. ഞാൻ കോഴിക്കോട്ടാണ്, അവൾ പറഞ്ഞു. കോഴിക്കോട്ടോ? കാർത്തികിൻ്റെ സ്വരത്തിൽ നിരാശ. എന്താ അത്യാവശ്യം? ഞാൻ വീട്ടിൽ നിന്നും പോന്നു. പോന്നെന്ന് വെച്ചാൽ അച്ഛനോട് വഴക്കിട്ടു, അത്ര തന്നെ. കാർത്തിക് വീട്ടുകാരോട് പിണങ്ങി ഇറങ്ങിയിരിക്കുന്നു, തനിക്ക് വേണ്ടി. താനെന്താ മിണ്ടാത്തത്? ഇപ്പോൾ എവിടെയാണ് കാർത്തിക്? വൈഗ സ്വരം താഴ്ത്തി ചോദിച്ചു. പെരുവഴിയിൽ കിടക്കുന്നു, കാറിനുള്ളിൽ, കാർത്തിക് പറഞ്ഞു. വൈഗ വീണ്ടും നിശബ്ദയാതെ ശ്രദ്ധിച്ച് കാർത്തിക് പറഞ്ഞു. താൻ വിഷമിക്കണ്ട, ഞാനൊരു ലോഡ്ജ് നോക്കിയാണ്. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞു. കാർത്തികിൻ്റെ ശബ്ദത്തിലൊരു ഉണർവുണ്ടായിരുന്നു. ഉടനെ ഒരു വീട് വാങ്ങണം. താൻ കോഴിക്കോട്ട് നിന്ന് വന്നിട്ട് തൻ്റെ കൂടെ ഇഷ്ടം നോക്കിയിട്ട് മതി. ശരി. കോൾ കട്ടാക്കുമ്പോഴും വൈഗ അമ്പരപ്പിൽ തന്നെയായിരുന്നു. കാർത്തിക് സ്വന്തം വീട് വിട്ട് പോന്നിരിക്കുന്നു. അച്ഛനെയും അമ്മയെയും അനിയത്തെയും ഉപേക്ഷിച്ച് തനിക്ക് വേണ്ടി. താൻ ഇത്രയ്ക്ക് ഭാഗ്യം ചെയ്തിട്ടുണ്ടോ? ഒരുപാട് സ്നേഹം കടലായി തിരയായി നെഞ്ചിനുള്ളിൽ മുട്ടിത്തിരിയുന്നു. ഇതാണ് വീട്. CI ഗണേഷിൻ്റെ ശബ്ദം കേട്ട് അവൾ മുഖം തിരിച്ചു നോക്കി. മുമ്പിൽ ഇളം നീല പെയിൻ്റ് അടിച്ച ഗേറ്റ്. അതിനപ്പുറത്ത് ഓറഞ്ചും മജന്തയും മഞ്ഞയും ഇടകലർന്ന നിറത്തിൽ മനോഹരമായ ഒറ്റനില വീട്. ഗേറ്റ് തുറന്ന് മുറ്റത്തേക്ക് കയറ്റി. ഡ്രൈവർ ശ്രീധരൻ പിള്ള വണ്ടി നിർത്തി. ശബ്ദം കേട്ടിട്ടാവും 50-നോടടുത്ത് പ്രായമുള്ള ഒരാൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു. നന്നേ വെളുത്ത പ്രൗഢിയുള്ള ഒരു പുരുഷൻ. മുണ്ടും ഷർട്ടുമാണ് വേഷം. മിസ്റ്റർ ജെയിംസ് അല്ലേ? വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന CI ഗണേഷ് ചോദിച്ചു. അതെ, ആരാ? ജെയിംസ് ചോദിച്ചു. CI മഫ്തിയിലായിരുന്നു വണ്ടിയിലിരുന്നവരും. ഞാൻ CI ഗണേഷ്. CI ജെയിംസിൻ്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു നടുക്കമുണ്ടായത് ഗണേഷ് ശ്രദ്ധിച്ചു. എന്താ കാര്യം? ആളുടെ ശബ്ദം പതറി. ഇവിടെ നിങ്ങൾ മാത്രമല്ലോ? വൈഫും കുട്ടികളും? വൈഫ് കോളേജിൽ നിന്നും വന്നില്ല. 6 മണിയാകുമ്പോൾ വരും. 2 മക്കളല്ലേ നിങ്ങൾക്ക്? അതെ. അവരെവിടെ? സാർ, എന്താ കാര്യം? എന്തിനാ എൻ്റെ ഭാര്യയും മക്കളെ അന്വേഷിക്കുന്നത്? എന്തെങ്കിലും കാര്യമുണ്ടെന്ന് കരുതിക്കോ. വെറുതെ വന്നുകൊണ്ട് വിശേഷം തിരക്കേണ്ട കാര്യമില്ലല്ലോ. കാറിൽ നിന്നിറങ്ങിയ DYSP മധുസൂദനാണ് ഗൗരവത്തിൽ ചോദിച്ചത്. ചൂടനാണ് അദ്ദേഹം. അദ്ദേഹത്തോടൊപ്പം SP വിൽസൺ തോമസും വൈഗയും കാറിൽ നിന്നിറങ്ങി വന്നു. ജെയിംസ് വിളറി. എല്ലാവരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് അയാൾ ഭീതിയോടെ അറിഞ്ഞു. എങ്കിലും തനിക്ക് ഭയമില്ലെന്ന് ഭാവിക്കാൻ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. സാറന്മാരെ കയറിയിരിക്കി. വേണ്ട, ഇരുത്തണ്ട. ചോദിച്ചതിന് ഉത്തരം പറ. തൻ്റെ 2 മക്കളും എന്തിയെ? അവർ രണ്ടാളും ഹോസ്റ്റലിലാണ്. മൂത്തോള് സീന ജെയിംസ് അല്ലേ? അതെ, മദ്രാസിലാണ് അവൾ, IIT-യിൽ, ജെയിംസ് പറഞ്ഞു. ഇളയമോള് കോയമ്പത്തൂരാ. ഞങ്ങൾക്ക് കാണേണ്ടത് മൂത്ത മകൾ സീന ജെയിംസിനെയാണ്. അവളെ വിളിക്ക്. അവൾ കോളേജ് ഹോസ്റ്റലിലാണ് സാറേ. ഇപ്പോഴും ഹോസ്റ്റലിൽ തന്നെയാണോ? ഉറപ്പുണ്ടോ? ആ. ജെയിംസ് ഉള്ളിലെ വിറയൽ മറയ്ക്കാൻ ആവുന്നത്ര ശ്രമിച്ചു. എന്നാൽ താൻ അത്രയ്ക്ക് അങ്ങ് ഉറപ്പിക്കണ്ട. പെണ്ണവിടെ ഇല്ല.
2 ആഴ്ചയായി അവൾ ഹോസ്റ്റലിൽ നിന്ന് പോയിട്ട്. ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ എങ്ങോട്ട് പോയെന്ന് അന്വേഷിച്ചാൽ മതി. CI ക്രുദ്ധനായി. ജെയിംസ് കൂടുതൽ വിളറി. ഇവർ വെറുതെ വന്നവരല്ല, എല്ലാം അറിഞ്ഞിട്ടുള്ളവരുമാണോ? എൻ്റെ മോൾ ആരുടെയും കൂടെ പോകത്തില്ല സാറേ, എങ്ങോട്ടും പോകത്തില്ല. അവൾ ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെയുണ്ട്. പനിയായതുകൊണ്ട് ലീവ് എടുത്ത് വന്നതാ. ഇപ്പോഴും ഹോസ്പിറ്റലിലാണ്, അയാൾ പറഞ്ഞു. ഏത് ഹോസ്പിറ്റല്? SP വിൽസൺ തോമസ് ചോദിച്ചു. സെൻറ് മേരീസിൽ. സെൻറ് മേരീസ്? മധുസൂദനൻ്റെ നെറ്റി ചുളിച്ചു. ഇവിടെ അടുത്തൊക്കെ ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകളുണ്ടല്ലോ. പിന്നെന്തിനാ 10-20 കിലോമീറ്റർ അപ്പുറത്തുള്ള സെൻറ് മേരീസിൽ അഡ്മിറ്റ് ആക്കിയത്? അതൊരു പനി വന്നതിന്. അത് വൈഫിൻ്റെ ബ്രദർ അവിടെ ഡോക്ടറാണ്, ഡോക്ടർ ബേബി സാമുവൽ. അതുകൊണ്ടാ. എങ്കിലും ഞങ്ങൾ സെൻറ് മേരീസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. സീന ജെയിംസിനെ അവിടെ വെച്ച് കണ്ടോളാം, വൈഗ പറഞ്ഞു. അല്ല, ആ കുട്ടി പനി കൂടി അൺകോഷ്യസ് ഒന്നും അല്ലല്ലോ? എന്ന് വെച്ചാൽ വലതും ചോദിച്ചാൽ പിച്ചും പയ്യും പറയുന്ന അവസ്ഥയിൽ. അവളുടെ സ്വരം കെടുത്തു. ജെയിംസിന് മനസ്സിലായി തന്നെ കളിയാക്കിയതാണെന്ന്. അയാൾ വിഷണ്ണനായി നിന്നതേയുള്ളൂ. വന്നവർ തിരികെ വണ്ടിയിൽ കയറുന്നതും വണ്ടി ഗേറ്റ് കടന്ന് പാഞ്ഞു പോകുന്നതും വിറയലോടെ കണ്ടു. പെട്ടെന്ന് അയാൾ മൊബൈലിൽ മൂത്ത മകളുടെ നമ്പർ എടുത്തു. മോളെ, മമ്മി അടുത്തുണ്ടോ? അയാൾ ശബ്ദമടക്കി ചോദിച്ചു. ഉണ്ട് പപ്പ, റൂമിൽ എൻ്റെ അടുത്തുണ്ട്. ബേബിയോ? അങ്കിൾ അല്പം മുമ്പ് വന്നായിരുന്നു, ഡ്യൂട്ടി റൂമിലുണ്ടാവും. എന്താ പപ്പ? മകളുടെ സ്വരത്തിലെ ഉത്കണ്ഠ അയാൾ അറിഞ്ഞു. കുറെ പോലീസുകാർ ഇവിടെ വന്നിരുന്നു, നിന്നെ അന്വേഷിച്ചു. മകളുടെ ഞെട്ടൽ അയാളുടെ ഫോണിൽ അറിഞ്ഞു. അവർ നിന്റെ കോളേജിൽ അന്വേഷിച്ചിട്ടാണ് വന്നത്. കോട്ടയത്തുള്ളവരാണെന്ന് തോന്നുന്നു രണ്ടുപേര്. സാധാരണ പോലീസല്ല, മിത്രയുടെ കൊലക്കേസ് അന്വേഷിക്കുന്നവരാണ്. ഒരു പെങ്കച്ചുണ്ട്, മിത്രയുടെ ചേച്ചി, ആ SP ആണെന്ന് തോന്നുന്നു. അവർ നിന്നെ കാണാൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് മോളെ. പപ്പ, സീനയുടെ ഭയന്നരണ്ട കരച്ചിൽ ജെയിംസിൻ്റെ കാതിലെത്തി. മോള് പേടിക്കണ്ട, മിത്രയെക്കുറിച്ച് അവരെന്ത് ചോദിച്ചാലും മോൾക്കൊന്നും അറിയില്ല, അത്ര തന്നെ. പപ്പ, മിത്രയുടെ ആത്മാവ് പോലും എന്നോട് സഹിക്കില്ല, അത് ക്ഷമിക്കൂല. മരിച്ചവരുടെ ആത്മാവ് എന്തും ചെയ്യട്ടെ, സഹിക്കാം. പക്ഷേ നിഴല് പോലെ പിന്നാലെ നിൽക്കുന്ന ശത്രുക്കളാ. പോലീസിനേക്കാൾ വിദഗ്ധരാണ് അവർ, മറക്കണ്ട. എന്തു ചെയ്യാനും മടിയില്ലാത്തവരാണെന്ന് നിനക്കറിയില്ല. ജെയിംസ് ഗൗരവപ്പെട്ടു. അറിയാം. സീനയുടെ ശബ്ദം നേർത്തു. കോള് കട്ടായി. 4 നിലയുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് സെൻറ് മേരീസ്. 304 നമ്പർ റൂമിലായിരുന്നു സീന ജെയിംസ്. റൂമിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വൈഗ സീനയെ ശ്രദ്ധിച്ചു. ബെഡിൽ എണീറ്റിരിക്കുന്ന കതിര് പോലൊരു പെൺകുട്ടി. ആരും ഒന്ന് തൊട്ടു തലോടാനും ഉമ്മ വയ്ക്കാനും കൊതിക്കുന്ന ഓമനത്തമുള്ള മുഖം. അരികിൽ അവളുടെ മമ്മി ഷേർലിയുണ്ട്. മകളുടെ അത്ര ഭംഗി അവർക്കുമുണ്ട്. ഇരുവരുടെയും മുഖങ്ങൾ ഭയം കൊണ്ട് വിളറിയിരിക്കുന്നു. ഞങ്ങൾ പോലീസിൽ നിന്നും വരുന്നു. വൈകിയാണ് സീനയുടെ അടുത്ത് എന്ന് സംസാരിച്ചത്. കൂടെയുള്ള 3 ഓഫീസർമാരെയും അവൾ പരിചയപ്പെടുത്തി. എന്നിട്ട് വൈഗ തന്നെ തുടർന്നു. സീനയോട് ചില അത്യാവശ്യ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് ഞങ്ങൾ വന്നത്. ഇല്ല, മിത്രയെക്കുറിച്ച് എന്ത് ചോദിച്ചാലും ഞാൻ പറയില്ല, എനിക്കൊന്നും അറിയില്ല. സീന അങ്ങനെ ഉറപ്പിച്ചിരുന്നു. ചുണ്ട് കടിച്ചു പിടിച്ചു. പക്ഷെ വൈഗ ചോദിച്ചത് മിത്രയെക്കുറിച്ചല്ലായിരുന്നു, മറ്റൊരു ചോദ്യമാണ്. സീന മദ്രാസിലെ IIT-യിലല്ലേ പഠിക്കുന്നത്? അതെ. 2 ആഴ്ച മുമ്പ് സീന കോളേജ് ഹോസ്റ്റലിലെ റൂമിൽ തൂങ്ങി മരിക്കാനൊരു ശ്രമം നടത്തി. എന്തിനായിരുന്നു അത്? സീന ഞെട്ടിപ്പകച്ചുപോയി. ഷേർലിയും. അധ്യായം 14. സീനയുടെ തിളങ്ങുന്ന മിഴികൾ ഭീതി കൊണ്ട് മിഴിഞ്ഞു. അതേ അവസ്ഥയിലായിരുന്നു അവളുടെ മമ്മി ഷേർലിയും. മമ്മി. സീന ഷേർലിയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ചോദിച്ചതിന് ഉത്തരം പറയാൻ CI ഗണേഷ് ശബ്ദമുയർത്തി. മാഡം ചോദിച്ചത് കേട്ടില്ലേ, തൂങ്ങിയത് എന്തിനാണെന്ന്? സീന ഭയത്തോടെ ഷേർലിയുടെ അടുത്തേക്ക് ചുരുണ്ടുകൂടിക്കൊണ്ട് വൈകിയെ നോക്കി, ഒരു പിഞ്ചു പൈതലിനെ പോലെ. മാഡം. ഷേർലി 2 കൈയും കൂപ്പി തൊഴുതു കേണു. എൻ്റെ മോളെ ഇങ്ങനെ വിഷമിപ്പിക്കലേ. അവളൊരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റു ചെയ്തിട്ടില്ലെങ്കിൽ തൂങ്ങിച്ചാകാൻ ശ്രമിച്ചത് എന്തിനാ? പറയ്.
വൈകിയുടെ സ്വരം ഉറച്ചു. ഷേർലി വേർത്തു. SP വിൽസൺ തോമസും മധുസൂദനും അവർക്കരികിലേക്ക് വന്നു. നിങ്ങൾ കുറച്ചു നേരം മാറി നിൽക്കണം, SP ഷേർലിയോട് പറഞ്ഞു. സീന പക്ഷേ ഷേർലിയെ പൂണ്ടടക്കം പിടിച്ചു നിർത്തി. വിറയലോടെ അവൾ കേണു. മമ്മി പോകലേ? നിങ്ങളോടല്ലേ പറഞ്ഞത് മാറി നിൽക്കാൻ? മധുസൂദനൻ ശബ്ദമുയർത്തി. മടിയോടെയാണെങ്കിലും മകളെ വിട്ടിട്ട് ഷേർലി മാറി നിന്നു. ഭീതി കൊണ്ട് വിറച്ച മുഖം താഴ്ത്തിയിരിക്കുന്ന സീനയുടെ താടിയിൽ പിടിച്ച് മെല്ലെ ഉയർത്തിയിട്ട് വൈഗ പറഞ്ഞു. നിന്റെ ഒപ്പം ഹോസ്റ്റൽ റൂമിൽ 2 പേര് കൂടിയുണ്ട്. ഹൈദരാബാദുകാരി രവീണ, തിരുവനന്തപുരംകാരി റോമോ ജോർജ്. രാത്രി ഫാനിന്റെ ഹുക്കിൽ ചുരിദാറിന്റെ ഷാൾ കെട്ടി നീ മരിക്കാൻ ശ്രമിച്ചത് റോമോ അറിഞ്ഞു. അവൾ രവീണയെ പിടിച്ചുണർത്തി. റൂമിലുണ്ടായിരുന്ന നിങ്ങൾ മൂവരിൽ മാത്രം ഒതുങ്ങിപ്പോയ രഹസ്യം ഹോസ്റ്റൽ വാർഡൻ അറിഞ്ഞത് നിനക്ക് പൊള്ളുന്ന പനിയാണെന്ന് വൈകി തുറന്നു. റോമ രാത്രിയിൽ തന്നെ നിന്റെ വീട്ടിലേക്ക് വിവരം വിളിച്ചു പറഞ്ഞു. നിന്റെ പപ്പയും മമ്മിയും വന്നിങ്ങ് കൊണ്ടുവന്നു. എന്താ, ശരിയല്ലേ? സീന ശ്വാസം പിടിച്ച് ഉമിനീർ വിഴുങ്ങി. വൈഗ അവളുടെ വലതു കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചു. നാടിമിടിപ്പിൻ്റെ സ്പീഡ് ഇരട്ടിയായിരിക്കുന്നു. എനിക്ക് 2 കാര്യം അറിഞ്ഞേ പറ്റൂ, വൈഗ ചോദിച്ചു. എന്തിനാണ് നീ മരിക്കാൻ ശ്രമിച്ചത്? ആ ശ്രമത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാത്ത നീ എന്തിനാണ് പനിയുണ്ടെന്ന് പറഞ്ഞ് ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായത്? ഇതിന് നീ ഉത്തരം പറഞ്ഞേ പറ്റൂ. സീന തൻ്റെ വെളുത്തു മെലിഞ്ഞ സുന്ദരങ്ങളായ കൈപ്പത്തികൾ കൊണ്ട് മുഖം മറച്ച് പൊട്ടിക്കരഞ്ഞു. CI ഗണേഷ് വൈഗയുടെ മുഖത്തേക്ക് ചോദ്യഭാവത്തിൽ നോക്കി. വനിതാ കോൺസ്റ്റബിൾ റോസി റൂമിന് പുറത്തു നിൽക്കുന്നുണ്ട്. റോസിയുടെ കൈപ്പത്തി കവളത്തൊന്ന് പതിഞ്ഞാൽ സീന നക്ഷത്രം എണ്ണിക്കൊണ്ട് സത്യം പറയും. റോസിയെ അകത്തേക്ക് വിളിക്കട്ടെ എന്നാണ് CIയുടെ നോട്ടത്തിൻ്റെ അർത്ഥം. വരട്ടെ എന്ന് സജ്ജ നൽകിക്കൊണ്ട് വൈഗ വിരൽ ചലിപ്പിച്ചു. എന്നിട്ട് ഉറക്കെ വിളിച്ചു, സീന. പൊട്ടിത്തെറിച്ചതുപോലെ സീന മുഖത്തു നിന്നും കൈകൾ മാറ്റിയിട്ട് മിഴിച്ചു നോക്കി. നീ വിത്രയെ അറിയുമോ? വിഷയം മാറ്റിക്കൊണ്ട് പെട്ടെന്നായിരുന്നു ചോദ്യം. സീനയുടെ മിഴികളിൽ നടുക്കം തീയായി നിറഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. അതീവ ത്രില്ലിങ്ങിലാണ് ഓരോ പാട്ടും കടന്നു പോകുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നാളെ വീണ്ടും ഇതിൻ്റെ തുടർഭാഗമായിട്ട് നമ്മൾ എത്തുന്നതായിരിക്കും. എല്ലാവർക്കും സുഖവും സന്തോഷവും ഉണ്ടാവട്ടെ. ഒത്തിരി സന്തോഷത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.